ദേശസ്നേഹിയായി മാറുന്നു എന്നാണ് എൻ്റെ ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സ്നേഹപുരസരം, നിങ്ങളെ ആരേത് ചുമതലപ്പെടുത്തിയത് ഞങ്ങളെ ദേശസ്നേഹം അളക്കാൻ? രണ്ടാമതൊരു കാര്യം അന്വേഷിക്കാം. ഭാരതത്തിലെ മുസൽമാനെ പോലെ ദേശസ്നേഹക്കൂറ് തെളിയിച്ച ഒരു ജനത ലോകത്തില്ല എന്ന് പറയും ഞാൻ. സ്വാതന്ത്ര്യം നടക്കുന്ന സമയത്ത് ഭാരതത്തിലെ മുസൽമാന്റെ മുമ്പിൽ ഒരു ചോയ്സ് കിട്ടി, ഒരു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കിട്ടി. ഒരു ഇസ്ലാമിക രാഷ്ട്രം തൊട്ടടുത്ത സ്ഥലത്ത് രൂപീകരിക്കപ്പെട്ടു. രണ്ട് ഭാഗത്തായി, കിഴക്കും പടിഞ്ഞാറുമായി. മുസൽമാന്റെ മുമ്പിൽ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. ഇതാ ഒരു മുസ്ലിം രാഷ്ട്രത്തിലേക്ക് നിനക്ക് പലായനം ചെയ്യാം. നിനക്ക് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ പറന്നു പോകാം, ഓടിപ്പോകാം, താമസിക്കാം. എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു. പ്രലോഭനങ്ങൾ, പ്രേരണകൾ, പ്രകോപനങ്ങൾ മുസൽമാന്റെ നേരെ ഉണ്ടായി. ധീരരായ മുസൽമാന്റെ മക്കൾ തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഞങ്ങൾ ഈ നാട്ടിന്റെ മക്കളാ, ഞങ്ങൾ ഈ ദേശത്തിന്റെ മക്കളാ. ഈ നാട്ടിൽ മുസൽമാന് ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും ഈ നാടിനെ വിട്ട് ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് ഈ നാടിന്റെ സ്നേഹമാണ്, ഈ നാട്ടാരെ സ്നേഹമാണെന്ന് പ്രഖ്യാപിച്ചവർ മുസൽമാനാ. അവനെ പൂജിക്കണം, സ്നേഹത്തോടെ ആരാധിക്കണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അറിയില്ലേ, സത്യവസ്തുതയല്ലേ അത്? മുസൽമാന്റെ മുമ്പിൽ വാതിൽ തുറന്നു തന്ന് എല്ലാ പ്രകോപനങ്ങളും തുറന്നു തന്നിട്ട് ചിലർ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആട്ടെ, മുസൽമാൻ പോയില്ല, ഇളകിയില്ല. വളരെ ചുരുക്കം പേരല്ലാതെ അവർ പറഞ്ഞ തീരുമാനം എന്താ അറിയോ? ഞങ്ങൾ പറന്ന ഈ മണ്ണ്, ഞങ്ങളെ പൂർവികന്മാർ വളക്കൂറുള്ളതാക്കി മാറ്റിയെടുത്ത ഈ മണ്ണ്, ഞങ്ങളെ പൂർവികന്മാരുടെ സംസ്കാരം ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടുകൊണ്ട് ഞങ്ങൾ എവിടേക്ക് പോവാനാ? ഞങ്ങൾ ഈ നാട്ടിലെ ഭാരതീയനായി ജീവിക്കും, അന്തസ്സുള്ള മുസൽമാനായി ജീവിക്കും. അത് ചെയ്തവരാ ഞങ്ങള്. ഞാൻ തമാശക്ക് വേണ്ടിയെങ്കിലും ചോദിച്ചോട്ടെ, ഈ തരം ഒരു വാതിൽ മറ്റു വല്ല സമുദായങ്ങൾക്ക് മുമ്പിലാണ് തുറക്കപ്പെട്ടതെങ്കിൽ, ഈ പറയുന്ന ദേശസ്നേഹത്തിന്റെ മൊത്തം അവകാശപ്പെടുന്ന സമുദായത്തിനൊക്കെയാണ് ഇങ്ങനൊരു വാതിൽ തുറന്നതെങ്കിൽ എത്ര പേർ ബാക്കിയുണ്ടാവും ഇന്ത്യയിൽ? എത്ര പേരുണ്ടാവും? അഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റൂ നമ്മുടെ പൂർവികന്മാരെ പറ്റി, നാം കൊണ്ടു നടക്കുന്ന ആദർശത്തെ പറ്റി. മൂന്നാമതൊരു കാര്യമുണ്ട്. ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയതിൽ, ഇന്ത്യയുടെ സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തതിൽ, അതിന്റെ പൈതൃകം രൂപപ്പെടുത്തിയെടുത്തതിൽ ഈ വൈദേശിക മതങ്ങൾ എന്ന് പറയുന്ന ക്രൈസ്തവ മതത്തിനും ഇസ്ലാം മതത്തിനുമുള്ള പങ്ക് ആർക്കാ നിഷേധിക്കാൻ പറ്റുക? ആർക്കാ തള്ളിക്കളയാൻ പറ്റുക? ആ രാജ്യത്തെ ആ രാജ്യമാക്കി മാറ്റിയതിൽ, ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സാംസ്കാരികവുമായ പരിവർത്തനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളുടെ പങ്കാ. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഡൽഹിയിൽ ഒന്ന് പോയി നോക്കണമെന്ന്. മുസ്ലിം സംസ്കാരത്തിന്റെ മായ്ച്ചാൽ മായ്ക്കാൻ കഴിയാത്ത പ്രതീകങ്ങളാ ഡൽഹി മുഴുവൻ. ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരി എന്നല്ലാതെ ഡൽഹിയെ പറ്റി ഇപ്പോഴും തോന്നില്ല. എല്ലായിടത്തും മുഗളന്മാരുടെ കൈകൾ. എവിടെ നോക്കിയിരുന്നാലും മുസ്ലിം ഭരണത്തിന്റെ ബാക്കിപത്രങ്ങൾ. അതാണ് ഹൈദരാബാദിന്റെ ചിത്രം, അതാണ് ആഗ്രയുടെ ചിത്രം, അതാണ് ഇന്ത്യയിലെ അലഹബാദിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം, ഇതാണ് ഇന്ത്യയുടെ ചിത്രം. പിന്നെ ഈ വൈദേശിക മതം എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ, അവിടെ ഒരല്പം നീട്ടി പറയാനുണ്ട് നമുക്ക്. ഇസ്ലാം ഒരിക്കലും ഒരു വൈദേശിക മതമല്ല. ഇസ്ലാം ഇന്ത്യയിൽ വിശുദ്ധ ഖുർആൻ ചൊല്ലിത്തരുന്ന തത്വം പ്രകാരം വമാമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, അള്ളാഹു അയക്കുന്ന മുന്നറിയിപ്പുകാർ നിയോഗിക്കപ്പെടാതെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുന്ന അമ്പിയാക്കന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടാത്ത ഒരു രാജ്യവും ഒരു പ്രദേശവും കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പൂർവികന്മാർ ഹിന്ദുക്കളല്ല, ഇന്ത്യയിലെ പൂർവികന്മാർ പാർസികളല്ല, ഇന്ത്യയിലെ പൂർവികന്മാർ മുവഹിദുകളാണ്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചിരുന്നവരാ. അവരാണ് പിന്നീട് മറ്റു മതങ്ങളോ മതക്കാരോ ആയി മാറിയത്. അതിൽ അവസാന കാലഘട്ടത്തിൽ കേടുപാടുകൾ വന്ന സമയത്ത് പുതുക്കാൻ വന്നവർ വിദേശത്തു നിന്ന് വന്നവരായിരിക്കാം, അറബികളായവരായിരിക്കാം. പക്ഷെ ലോകത്തെ എല്ലാ പ്രദേശത്തുമുള്ള അടിസ്ഥാനപരമായ ജനവിഭാഗം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ നബിയുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ,
ക്രിസ്ത്യാനിയായിട്ടല്ല, മുസൽമാനായിട്ടാണ് നാം ബഹുമാനിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് യേശുവിനെ പുത്രനായി മനസ്സിലാക്കുന്നവരല്ല, ദൈവത്തിന്റെ ദൂതനായി അംഗീകരിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, മുസൽമാനാ. ഇന്ന് ഇന്ത്യയിൽ ആദരിക്കപ്പെടുന്ന പല മഹാന്മാരും ഒരുപക്ഷെ അള്ളാഹു അയച്ച അമ്പിയാക്കന്മാരായിരിക്കാം, നമുക്ക് ഉറപ്പില്ല. കാരണം ഖുർആൻ പറഞ്ഞു തരാത്തത് കൊണ്ട്. അതുകൊണ്ട് അത് അത്ര പറഞ്ഞാൽ പോരെന്ന് എനിക്കറിയാം. വൈദേശിക മതം എന്ന പ്രയോഗം പോലും ശരിയല്ല. തികച്ചും ഇന്ത്യയിലെ വൈദേശിക മതം എന്ന് പറയുന്നത് ഈ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട മതങ്ങളാവാനേ നിവൃത്തിയുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിന് ശേഷം വിഘടനവാദങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യമായത് സിഖുകാർ അവർക്ക് സ്വയം ഭരണാവകാശം ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അവർ കൂടി ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഏറ്റവും അധികം ക്രൂശിക്കപ്പെടുന്ന മുസ്ലിം സമുദായം, അവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഏതെങ്കിലും ഒരു വിഘടനവാദം 47-ന് ശേഷം ഇന്നേ വരെ മുസ്ലിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഘമോ സംഘടനയോ നേതാവോ ഉരുത്തിരിഞ്ഞതായി ഉയർത്തിയതായി കേൾക്കാൻ പറ്റുമോ? മുസൽമാന്റെ മനസ്സിൽ ഒരാവശ്യമായി മുളപൊട്ടിയാൽ അതിനെ തടുക്കാൻ ലോകത്തിற்கு ശക്തിക്കും കഴിയില്ല. പക്ഷെ അത് അരുതാത്തതാണെന്ന് അവന്റെ വിശ്വാസ ആദർശം കൊണ്ട് പഠിച്ചവനായതുകൊണ്ട് പീഡനങ്ങളും മർദ്ദനങ്ങളും എമ്പാടും ഏറ്റെടുക്കുമ്പോഴും ഉത്തർപ്രദേശിന് സ്വാതന്ത്ര്യം വേണമെന്ന്, അല്ലെങ്കിൽ ഇന്ന പോക്കറ്റിന് സ്വാതന്ത്ര്യം വേണമെന്ന് മുസ്ലിങ്ങളിൽ ഒരു നേതാവ് പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഒരു സംഘടന പോലും പറഞ്ഞിട്ടില്ല. വിഘടനവാദത്തിന്റെ ഒരു തരിപ്പ് പോലും മുസൽമാനില്ല. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലക്കുള്ള പേരിനെ നാം അംഗീകരിക്കുന്നു. പക്ഷെ ആ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയെ ആക്രമിക്കാൻ മെനക്കെട്ടപ്പോഴ്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴ് ഒരു മുസ്ലിം നേതാവ് പോലും പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചിട്ടില്ല. ഇന്ത്യ ആക്രമിക്കാൻ പാടില്ലെന്ന് മാത്രമേ, പിന്നെ ഇന്ത്യക്ക് നേരെ അക്രമം നടത്താൻ പാടില്ലെന്ന ധീരമായ പ്രഖ്യാപനം മാത്രമാണ് മുസ്ലിം മതപണ്ഡിതന്മാരും സംഘടനകളും ഉണ്ടായത്. അപ്പോ പറയുന്ന ആശയം മനസ്സിലായല്ലോ. ഒരുപാടുണ്ട് അവിടെ. നമുക്കൊരു മണിക്കൂർ സമയം കഷ്ടി ഇനി ഇല്ല വിഷയം അവതരിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ